അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ പറയുന്ന മഹത്തായ ദിക്ർ പരീക്ഷ എഴുതുന്ന പേനയിൽ മന്ത്രിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ പരീക്ഷയിൽ അവർക്ക് ഉന്നത വിജയം അല്ലാഹു തആല നൽകുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഇന്ന് പറയുന്നത്. പരീക്ഷ എഴുതുന്നവർ കൃത്യമായും നിസ്കാരം ഉള്ളവരായിരിക്കുക. അതുപോലെ പരിപൂർണമായ വുളൂഓടുകൂടി മാത്രം പരീക്ഷയ്ക്ക് പോവുക. പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വുളൂ ചെയ്ത് 2 റക്അത്ത് എങ്കിലും ളുഹ നിസ്കരിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അതുപോലെ തന്നെ വലത് കൈ ഇടത് നെഞ്ചിലേക്ക് വെച്ചിട്ട് സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സുദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത് 7 പ്രാവശ്യം നെഞ്ചിലേക്ക് ഓതുക. പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെട്ട് പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന ആ പേനയിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമമായ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്നിങ്ങനെ 11 പ്രാവശ്യം ആ പേനയിലേക്ക് മന്ത്രിച്ച് ഓതുക. അതിനുശേഷം പരീക്ഷ എഴുതി തുടങ്ങുക. ഏറ്റവും അവസാനം പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി പൂർത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ എഴുതുന്ന ആ പരീക്ഷയിൽ എക്സാമിൽ അല്ലാഹു തആല ഉന്നത വിജയം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു തആല പരീക്ഷ എഴുതുന്ന നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.